ഇന്ന് എല്ലാവർക്കും ആത്മവിശ്വാസം തരുന്ന ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാല എന്താണ് ബാല? സിനിമാ നടൻ ബാല എന്ന് പറഞ്ഞു കളയരുത്. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന ബാല. അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പടപടാന്ന് ഉത്തരം വരും. പക്ഷേ നമ്മൾ ഉത്തരം പറയുമ്പോൾ മറ്റുള്ളവർ പറയാത്ത കുറച്ച് പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് അതിനെ പ്രസന്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ പോയിന്റുകളാണെങ്കിൽ നിങ്ങളുടെ തനതായ രീതിയിൽ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് നിങ്ങളുടെ ഒരു വേർഷനായിട്ട് അവതരിപ്പിക്കുക. അതൊക്കെ ഈസിയാണ്. ക്രമേണ നിങ്ങൾക്ക് അതൊക്കെ സ്വായത്തമാകും ഉറപ്പായി. അപ്പോൾ ബാല ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, നിങ്ങൾക്കറിയാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബിൽഡിങ്ങിനെ ലേണിംഗ് എയ്ഡ് ആക്കി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബിൽഡിങ്ങിനെ എഡ്യൂക്കേഷൻ റിസോഴ്സ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. കുട്ടികൾക്ക് വേണ്ടതെല്ലാം ആ ബിൽഡിങ്ങിലുണ്ട്. ബിൽഡിങ്ങിലെ ആർക്കിടെക്ചർ നമ്മൾ ആ ഒരു തരത്തിലേക്ക് സജ്ജീകരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞൊപ്പിക്കും. പക്ഷേ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇനി അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ തന്നെ ബാലയെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവിടെ കണക്ട് ചെയ്തൂടെ? അവിടെ മാത്രമല്ല ഈ ചോദ്യത്തിന്റെ ഉത്തരം കണക്ട് ചെയ്യാൻ പറ്റുക. നമ്മളോട് ശിശു കേന്ദ്രീകൃത പഠനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ക്ലാസ് റൂം നിങ്ങൾ എങ്ങനെ വിഭാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു സ്കൂളിന്റെ അന്തരീക്ഷം എങ്ങനെയൊക്കെ ആയിരിക്കണം, അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവം ഈ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന കൺസെപ്റ്റും അത് കൊണ്ടുവന്ന ആളെയും ഒക്കെ അവിടെ കണക്ട് ചെയ്ത് സംസാരിക്കണം. ആ ഒരു തന്ത്രമാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന ആശയം കൊണ്ടുവന്നത് കബീർ വാജ്പേയി എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി വാജ്പേയിയും അദ്ദേഹവും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്, അദ്ദേഹം തന്റെ തൊഴിൽ സംബന്ധമായിട്ട് രാജസ്ഥാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നു. ആ ഒരു സമയത്ത് സ്കൂളുകളിലെ അവസ്ഥ അതാണ് അദ്ദേഹത്തിനെ ഇത്തരം ആ ഒരു ആശയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ സ്കൂളുകളിൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം, കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുന്ന തരത്തിലേക്ക് സ്കൂളിനെയും അന്തരീക്ഷത്തെയും മാറ്റിയാൽ മാത്രമേ വിദ്യാഭ്യാസത്തിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാനാകൂ. അവരുടെ ഇടമാണ് അതല്ലേ, നമ്മളിടം എന്നൊക്കെ പറയുന്നത് പോലെ അത് അങ്ങനെ ഒരുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ നമുക്ക് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡിനെ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ വർണ്ണക്കൂടാരം ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ, അത് ഇതിന്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാനാകും. അതായത് അവിടെയും ബിൽഡിങ്ങിനെ എന്ത് ചെയ്യാണ്, മോടി കൂട്ടി കുട്ടികൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ അവർക്ക് പഠനത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വർണ്ണക്കൂടാരത്തേക്ക് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് എടുത്ത് സംസാരിക്കാം കേട്ടോ.